ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ആഴ്ചയിലും വളരെ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും കേട്ടോ. ത്രില്ലിങ്ങും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആദ്യത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കിഷോറിനെ കൊല്ലുന്നത് അജാസ് ആയിരിക്കില്ല കേട്ടോ. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചത് അജാസ് ആയിരിക്കും കൊല്ലുന്നത് എന്നായിരുന്നു. അന്ന് അവർണിക വയറുവേദനയാണെന്നൊക്കെ പറഞ്ഞ് അജാസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അന്നിങ്ങനെ കിടന്ന് രക്തത്തിൽ കുളിച്ച് കിടന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന് കാരണം കിഷോറായിരുന്നു എന്ന ടെസ്റ്റാണ് ആദ്യത്തേത്. കിഷോർ അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അവർണികയായിട്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആധാരത്തിന് വേണ്ടി തല്ലും പിടിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ആ സമയം അവർണികയെ തള്ളി വിടുകയാണ്. അതും വെറുതെ അല്ല, ആ നിറവയറവിടെ നിൽക്കുന്ന നമ്മുടെ അവർണികയെ കിഷോർ വയറ്റത്ത് ഒരൊറ്റ ചവിട്ട് കൊടുത്തതിന് ശേഷമാണ് അവർണിക താഴെ വീഴുന്നത് കേട്ടോ. ആ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ സമയം തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് നമ്മുടെ കിഷോറിനെ നേരെ. അവർണികയായിരിക്കും അങ്ങനെ കിഷോറിനെ കൊല്ലുന്നത് മറ്റാരും ആയിരിക്കില്ല, അവർണികയായിരിക്കും കൊല്ലുന്നത് കേട്ടോ. ശേഷം അജാസ് ആയിരിക്കും ആ ബോഡി കുഴിച്ചിടുന്നത്. പക്ഷെ ആ സ്ഥലത്ത് എങ്ങനെ വന്നു, അതായത് രാധികാമ്മയും വരുണും വന്ന ആ ഒരു സ്ഥലത്ത് തന്നെ വരുൺ ഭദ്രനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണല്ലോ ആ കുഴി കുത്തിയത്. ആ സ്ഥലത്ത് തന്നെ എങ്ങനെ വന്നു അതൊക്കെ ഇനി കാണിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വമ്പൻ ട്വിസ്റ്റോട് കൂടി നല്ല ത്രില്ലിങ്ങോട് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്ത ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജുയുടെ കല്യാണം അനാർക്കലി നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. രഞ്ജു നല്ല ഹാപ്പി ആയി നിൽക്കുന്നുണ്ട്, അതുപോലെ അനാർക്കലി നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്യാണം നമ്മുടെ വിജയലക്ഷ്മി അമ്മ അറിയുന്നുണ്ടാവില്ല. വിജയലക്ഷ്മി അമ്മ ഒന്ന് ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത്. കാരണം രഞ്ജു ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിക്കുന്ന കാര്യമേ അല്ല. അതുപോലെ തന്നെ അതും നടത്തി കൊടുക്കുന്നത് അനാർക്കലി. അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ്. ഗീതു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം കിഷോറിൻ്റെ അമ്മ ഇങ്ങനെ ശപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, നീ ഒരിക്കലും നന്നാവില്ല, അങ്ങനെ ഒരുപാട് ശാപങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതുവരെ ഭദ്രൻ്റെ ഒരു വിവരവും ഇല്ല, എവിടെയാണ് എന്താണ് എന്തൊക്കെ ചെയ്താലും തൻ്റെ അച്ഛനല്ലേ. ആ ഒരു അച്ഛൻ്റെ വിവരം നമ്മുടെ ഗീതുവിനെ അറിഞ്ഞിട്ടേ ഇല്ല. ആ ഒരു സമയത്ത് നമ്മുടെ ഗീതു വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഗോവിന്ദ് പറയാണ് ഞാൻ കൂടെയുണ്ട് എല്ലാത്തിനും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഭദ്രൻ്റെ തിരോധാനം എന്താണ് അവസ്ഥ ഒന്നും നമുക്ക് അറിയില്ല. ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ മരിച്ചെങ്കിൽ ആ ബോഡി എവിടെ, അങ്ങനെ ഒരുപാട് ഉത്തരങ്ങളും അറിയാനുണ്ട്. നല്ല അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും. ഓരോ ദിവസം ഇടുന്ന എപ്പിസോഡുകൾ നേരത്തെ തന്നെ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.